ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എസ് എ മെയിൻ സ്പെഷ്യൽ ടോപ്പിക് ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ആദ്യ വീഡിയോയിൽ നമ്മുടെ ബേസിക്സ് ഓഫ് ഐ ടി എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടുവരിക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് സിലബസിൽ ഏതാണ്ട് 10 മാർക്കിന് പറയുന്ന നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് അത്യാവശ്യം ടഫും എന്നാൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കളയാതെ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കേവൽ മനഃശാസ്ത്രത്തിൽ അഥവാ പ്യുവർ സൈക്കോളജി ഉൾപ്പെടാത്തത് എന്നാണ്. അപ്പോൾ പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് കമ്പയർ ചെയ്യുക. അതായത് പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രം, അതുപോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രം. ഇപ്പോൾ കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും അഥവാ പ്രിൻസിപ്പിൾസിനും തിയറീസിനും പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണ വിധേയമായ പ്രായോഗിക തലത്തിലാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. അതായത് നമ്മുടെ എക്സ്പെരിമെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഇതെന്തായാലും ഓർത്തു വെക്കുക, പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. സോഷ്യൽ സൈക്കോളജി, ജനറൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, എൻവയോൺമെൻറ്റൽ സൈക്കോളജി, അതുപോലെ തന്നെ പാരാസൈക്കോളജി. ഇതൊക്കെ നമ്മുടെ പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. എന്നാൽ നമ്മുടെ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, ലീഗൽ സൈക്കോളജി, ജെനറ്റിക് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇതൊക്കെ നമ്മുടെ അപ്ലൈഡ് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഏത് മനുഷ്യ മനസ്സിലാണ് സ്വപ്നങ്ങൾ സംഭവിക്കുന്നത്? അത് മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതിലാണ് സ്വപ്നങ്ങൾ സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യത്തെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺഷ്യസ് മൈൻഡ്? സാധാരണയായിട്ട് കണ്ടുവരുന്ന മനുഷ്യ മനസ്സിലെ സ്വതന്ത്ര ചിന്തകൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, അതായത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ തിങ്കിങ്, അതായത് നമ്മുടെ സ്വതന്ത്ര ചിന്തകൾ, നമ്മുടെ എന്തൊക്കെ ഓർക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് ബോധ മനസ്സെന്ന് പറയുന്നത്. അത് പേര് പോലെ തന്നെ നമ്മുടെ ബോധ മനസ്സ്. അതുപോലെ തന്നെ അലേർട്ട് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അലേർട്ട് മെക്കാനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തേതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ പ്രീ കോൺഷ്യസ് മൈൻഡ്. മലയാളത്തിൽ ഉപബോധ മനസ്സ് എന്ന് പറയും. അപ്പോൾ ഉപബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടോ അപൂർണമായിട്ടോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ലാത്തതും ആവശ്യഘട്ടങ്ങളിൽ വേഗം ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമായ മനസ്സ്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നടക്കുന്നത് ഉപബോധ മനസ്സിലാണ്. അപ്പോൾ അതായത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. പൂർണ്ണമായോ അപൂർണമായോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല. സ്വപ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ വേഗം ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന മനസ്സ്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണരാറുണ്ടല്ലോ നമ്മൾ സ്വപ്നം കാണുമ്പോൾ. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ്, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി, വ്യക്തിത്വം, സ്വഭാവം ഇതിനൊക്കെ നിർണ്ണയിക്കുന്നതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതിനാൽ ഫ്രോയിഡ് ഈ അബോധ മനസ്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരുന്നു ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകളുടെ സംഭരണശാല അഥവാ റിസർവോയർ, നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകളുടെ റിസർവോയർ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. അതുപോലെ തന്നെ കുറ്റം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. അത് തടയാൻ ആ കുറ്റം ചെയ്ത ആളുടെ അൺകോൺഷ്യസ് മൈൻഡിനെ ചികിത്സിക്കണമെന്ന് പറയുന്നതും ഫ്രോയിഡാണ്. ഇത് അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡും പ്രീ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്: മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ പിതാവ് ആരാണ്? അതായത് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ജെ.ബി. വാട്സൺ നമ്മുടെ സൈക്കോ അനലിറ്റിക് അല്ല, നമ്മുടെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൻ്റെ പിതാവാണ് ജെ.ബി. വാട്സൺ എന്ന് പറയുന്നത്. ഇവാൻ പാവ്ലോവ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഇവാൻ പാവ്ലോവ്. എന്നാൽ നമ്മുടെ കാൾ റോജേഴ്സ് നമ്മുടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഒരാളാണ്. നമ്മുടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട മറ്റൊരാളാണ് നമ്മുടെ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോവും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡാണ് ഇവിടെ ഉത്തരം വരുന്നത്. നമ്മുടെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ പിതാവ്, അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ പിതാവ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് നമ്മുടെ
ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് PSC ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ്. ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് ആരുടെ ബുക്കാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, മനുഷ്യനിൽ നിന്നും പ്രാകൃതമായ ചിന്തകൾ ഉണ്ടാകുന്ന ഘട്ടം, അതായത് ബാർബേറിയൻ തോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ്. അപ്പോൾ നമ്മുടെ മൂന്നായിട്ട് ഇതിനെ തരംതിരിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യ വ്യക്തിത്വ ഘടനയെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മുടെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനുഷ്യനിലെ ഏറ്റവും പ്രാകൃതമായ ചിന്തകളാണ്, അതായത് ബാർബേറിയൻ തോട്ട്സ് ആണ്. നമ്മുടെ എന്താ പറയുക, പ്ലഷർ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ ഇത് എന്ന് പറയുന്നത്. അതായത് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക, പരിണിത ഫലങ്ങളൊന്നും ആലോചിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. റിയാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളിവിടെ റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഈ ഇത് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഇതിനെയാണ്. നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഈഗോ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ പോലീസ്, അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പാലകൻ, ഇതൊക്കെ നമ്മുടെ ഈഗോ ആണ്. അപ്പോൾ ഈഗോ നമ്മുടെ റിയാലിറ്റി പ്രിൻസിപ്പിൾ, നമ്മുടെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഈഗോ പ്രവർത്തിക്കുന്നത്. ഈഗോ സ്ട്രോങ് ആയ ഒരാളിൽ മെൻ്റൽ സ്ട്രെങ്ത്തും അധികമായിരിക്കും. അതായത് നമ്മുടെ ഈഗോ സ്ട്രോങ് ആയ ഒരാളിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത്, കാരണം റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. ഇവ ഇതിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഈഗോയെ അപ്സെറ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മോറൽ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതായത് ഏത് ശരി ഏത് തെറ്റ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് സൂപ്പർ ഈഗോ കൂടുതലാണെന്ന് പറയാം. അതായത് ഏതൊക്കെ ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മനസ്താപം കൂടുതലായിരിക്കും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള ആളിൽ മനസ്താപങ്ങൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ സൂപ്പർ ഈഗോ കൂടുതലുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇതും അതുപോലെ തന്നെ സൂപ്പർ ഈഗോയും പ്രവർത്തിക്കുന്നത്. ഈഗോ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ സോഷ്യൽ ഗുഡ്നെസ്സിനൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ സൂപ്പർ ഈഗോ കൂടുതലുള്ളവരായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, ആവശ്യകത ശ്രേണി സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം ഏതാണ്? നമ്മുടെ ആവശ്യകത ശ്രേണി സിദ്ധാന്തം അഥവാ നമ്മുടെ നീഡ് ഹയറാർക്കി തിയറി എന്ന് പറയും. അപ്പോൾ നീഡ് ഹയറാർക്കി തിയറിയിലെ അവസാന ഘട്ടം നമ്മുടെ 5ആയിട്ട് ഇതിനെ തരംതിരിക്കുന്നുണ്ട്. നമ്മുടെ എബ്രഹാം മാസ്ലോൻ്റേതാണ് നമ്മുടെ ഈ നീഡ് ഹയറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ബേസിക് നീഡാണ് നമ്മുടെ സൈക്കോളജിക്കൽ നീഡ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്താണ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മുടെ ബിലോങ്ങിനെസ് ആൻഡ് ലവ് എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്താണ് നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. നമ്മുടെ റെക്കഗ്നിഷൻ ഇൻ സൊസൈറ്റി, സ്റ്റാറ്റസ്, അതായത് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കുക, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, ഇതൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീം നീഡിൽ വരുന്നു. എന്നാൽ 5ാമത്തെ ഏറ്റവും അവസാനത്തമായ നീഡാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ശാസ്ത്രജ്ഞനാണ് നമ്മുടെ കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ അക്വസ്റ്റിക് മെമ്മറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അക്വസ്റ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് തന്നെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച നമ്മുടെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ തരംതിരിക്കാം. അതിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാമൊക്കെ പോലെ കുറച്ച് നമ്മുടെ നിലവിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു 3 സെക്കൻഡും 20-30 സെക്കൻഡ് അതിനിടയിൽ നിലനിൽക്കുന്നൊരു മെമ്മറിയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ റാമൊക്കെ പോലെയുള്ള മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് നമ്മുടെ ഐക്കോണിക് മെമ്മറി, അക്വിസ്റ്റിക് മെമ്മറി എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ എബിലിറ്റി ടു ഹോൾഡ് സൗണ്ട്സ്. അക്വിസ്റ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റി ടു ഹോൾഡ് സൗണ്ട്സ് ആണ്. അതായത് ഓപ്ഷൻ ബി ആണ്. അതിൽ പേരിൽ തന്നെ ഉണ്ട്, അക്വിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ എബിലിറ്റി ടു ഹോൾഡ് വിഷ്വൽസ് ആണ് നമ്മുടെ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മുടെ എബിലിറ്റി ടു ഹോൾഡ് വിഷ്വൽസ് ഐക്കോണിക് മെമ്മറി, എബിലിറ്റി ടു ഹോൾഡ് സൗണ്ട്സ് നമ്മുടെ അക്വിസ്റ്റിക് മെമ്മറിയുമാണ്. ഇത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PCLRൻ്റെ പൂർണ്ണരൂപം എന്താണ്? PCLR എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അഗ്രഷൻ അളക്കുന്ന ഒരു മെത്തേഡാണ് PCLR എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, അഗ്രഷൻ അതൊക്കെ അളക്കുന്ന ഒന്നാണ് നമ്മുടെ PCLR. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷന് സൈക്കോപ്പതി ചെക്ക്ലിസ്റ്റ് റിവൈസ്ഡ് എന്നാണ്. സൈക്കോപ്പതി ചെക്ക്ലിസ്റ്റ് റിവൈസ്ഡ് എന്നതാണ് നമ്മുടെ PCLRൻ്റെ പൂർണ്ണ രൂപമായിട്ട് വരുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ ചെക്ക്ലിസ്റ്റ് റിവൈസ്ഡ് അല്ല, പേഷ്യൻസ് ചെക്ക്ലിസ്റ്റ് റിവൈസ്ഡ് അല്ല. ഓപ്ഷൻ എ ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫുൾ ഫോമൊക്കെ PSC സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കുക.
അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളോടുള്ള ഭയം. അതായത് നമുക്ക് ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളോടൊരു ഭയം ഉണ്ടാവും. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ നമുക്ക് ഭയത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സ്പെസിഫിക് ഫോബിയ അഥവാ സിമ്പിൾ ഫോബിയ എന്ന് പറയും. നമ്മുടെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫോബിയ ആണ് ഈ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി. അതായത് നമ്മുടെ ചിലർക്ക് ഈ നായകളെ പേടിയുണ്ടാകും, ചിലർക്ക് പാമ്പിനെ പേടിയുണ്ടാകും, ചിലർക്ക് ഇടിമിന്നൽ പേടിയുണ്ടാകും, ചിലർക്ക് ഇരുട്ട് പേടിയുണ്ടാകും, ചിലർക്ക് ഉയരമായിരിക്കും പേടി, ചിലർക്ക് ഫ്ലൈറ്റ് പോകുന്നവർക്ക് പേടി, ചിലർക്ക് ട്രെയിനിൽ പോകുന്നവർക്കും പേടി. അങ്ങനെ ഓരോരുത്തർക്കും പേടിയുണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ ജെനറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നതാവാം നമ്മുടെ ഈ ഒരു പേടി എന്ന് പറയുന്നത്. ചില ചെറുപ്പത്തിൽ എന്തെങ്കിലും പാമ്പിനെ കണ്ടിട്ടോ അങ്ങനെയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണോ അങ്ങനെ ഓരോന്നിനെ നമുക്ക് പേടിയുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡാണ് നമ്മുടെ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് സ്പെസിഫിക് ഫോബിയ. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ടെൻഷൻ ആവാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, ആൾക്കൂട്ടത്തിൽ പോകാനും അതുപോലെ തന്നെ അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവും. അതായത് പെർഫോം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പേടിയുള്ളവരായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അഥവാ സോഷ്യൽ ഫോബിയ ഉള്ളവർ. അപ്പോൾ നമ്മുടെ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ ഫോബിയയിലേക്ക് നയിക്കാം. നമ്മളെ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്ന പോലെ ഇതിലും അത് നമ്മുടെ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് നയിക്കാം. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ അഗോറോഫോബിയ എന്ന് പറയുന്നത്. അഗോറോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാൾക്ക് ഇപ്പോൾ ചിലർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ടാക്സിയിൽ മൂവി കാണാൻ പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബസ്സിലൊക്കെ ആൾക്കാർ അതുപോലെ പാർട്ടിയുള്ള സ്ഥലത്തൊക്കെ പോകാനൊക്കെ പേടിയുണ്ടാവും. അവർക്ക് അവിടെ ക്രൗഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് പേടിയായിരിക്കും. അവർക്ക് അന്നേരം പാനിക്കായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. അതായത് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും, പെട്ടെന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് വേർക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഫോബിയാണ്, അത് ആൾക്കൂട്ടത്തിനോടുള്ള പേടി. അതായത് അങ്ങനെയുള്ള ഫോബിയാണ് നമ്മുടെ അഗോറോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കും, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫോബിയയിൽ നമുക്ക് കുറച്ച് ഫോബിയാസ് വേറെ നോക്കാനുണ്ട്. അതായത് നമ്മുടെ ഓരോ ഫോബിയനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേരുകൾ പറയുന്നുണ്ട്. നമ്മുടെ നായയെ പേടിയാണെങ്കിലും പൂച്ചയെ പേടിയാണെങ്കിലും അതിനൊക്കെ ഒരുപാട് പേരുകൾ പറയുന്നത്. നമ്മുടെ സ്പൈഡറിനെ പേടിയുള്ളതിനെ നമ്മുടെ അറക്നോഫോബിയ എന്ന് പറയും. അതുപോലെ നമ്മുടെ രാത്രിയെ പേടിയുള്ളതിനെ നമ്മൾ നൈറ്റോഫോബിയ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ പറക്കാൻ പേടിയുള്ളതിനെ നമ്മൾ അവിയോഫോബിയ എന്ന് പറയും. അതുപോലെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള പേടിനെ നമ്മൾ ഗ്ലോസോഫോബിയ എന്നും പറയും. ഇതൊക്കെയാണ് ഓരോന്നിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോബിയ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രശസ്തമായ രീതി എന്ന് പറയുന്നത് എക്സ്പ്ലോഷർ തിയറിയാണ്. അതായത് എക്സ്പ്ലോഷർ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേടിയുള്ള ഒരു കാര്യം മെല്ലെ മെല്ലെ ചെയ്ത് മറികടക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് വെള്ളത്തിൽ പോകാൻ പേടിയായിരിക്കും. അപ്പോൾ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയി മെല്ലെ മെല്ലെ അടുത്തൊക്കെ പോയി വെള്ളത്തിലിറങ്ങി അങ്ങനെയൊക്കെ ആ പേടി വരികയായിരിക്കും. ഇപ്പം ഉയരം പേടിയുള്ളവർക്ക് അവരെ ഉയരത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോയി അങ്ങനെ നമ്മൾ എന്താണ് പേടിക്കുന്നത് അത് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ്തു, ഒറ്റയടിക്ക് ചെയ്താൽ അവർക്ക് അതിനേക്കാളും പേടിയാവും. അപ്പോൾ മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാണ് നമ്മുടെ എക്സ്പ്ലോഷർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഫോബിയ പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് ഏതാണെന്ന് വെച്ച് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ തിയറിയാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ നമ്മളെ മറ്റുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ അറിവും പെരുമാറ്റങ്ങളും നേടുന്നത് എന്താണ്? നമ്മുടെ വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങളത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. മറ്റുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ അറിവും പെരുമാറ്റങ്ങളും നേടുന്നതിനാണ് നമ്മൾ വികാരിയസ് ലേണിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഉത്കണ്ഠ, ഭയം, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമക്കേട് തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മോഡലിംഗ് തെറാപ്പിയാണ്. ഇതൊക്കെ അതായത് നമ്മൾ ചിലർക്ക് ഉത്കണ്ഠ ഉണ്ടാകും, ചിലർക്ക് ഭയം ഉണ്ടാകും, ഭക്ഷണക്രമക്കേട് തുടങ്ങിയ അവസ്ഥകളൊക്കെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മോഡലിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ള ടോപ്പിക്കാണ്, ഒരുപാട് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളത് മെല്ലെ മെല്ലെ പഠിച്ച് നിങ്ങൾ ഓക്കെ ആവുക. സൈക്കോളജിയിൽ നല്ല മാർക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ അത്യാവശ്യം ടഫായിട്ടായിരുന്നു സൈക്കോളജിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ഇപ്രാവശ്യം അത്ര ടഫായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പഠിച്ചിട്ട് കഴിയാറായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഓക്കെ ആവുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇനിയും സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.